സമുദായസ് വ്ളോഗ്സ്. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മളൊന്ന് ചങ്ങനാശ്ശേരി വരെ പോവാണ് ഗൈസ്. അപ്പോൾ ഗൈസ് മാമനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരായിട്ട് ഒന്ന് ചങ്ങനാശ്ശേരി പോവാണ് ഗൈസ്. അമ്പലങ്ങളിലും പിന്നെ എന്തുവാണ് അവർ പഠിച്ച സ്കൂളിലും പിന്നെ വേറെ കുറേ സ്ഥലത്തൊക്കെ പോകുന്നുണ്ട് ഗൈസ്. അവരുടെ നൊസ്റ്റാൾജി എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വേണ്ടിയിലേക്ക് പോകും. 핸드폰 속에 너와 나눴던 얘기들은 아직 남아. 꿈만 속에 꿈이 아니겠지. 꿈이었어도 나 헤어나오지 못했어. I don't wanna wake up, just wanna back up. 우리가 함께했던 것을 난 너무 슬퍼. 눈을 가렸어. 아무것도 보지 못하게. 넌 아마 내가 오늘 미워둔 기억 속에서 나를 찾고 있겠지. 더 많은 것이 하나를 갈라섰다고 난 변하지 않았어. You know what have I done to you? I run my life, but before us. നമ്മൾ അമ്പലത്തിൽ വന്നു. ഇവിടെ നമ്മളൊരു ഫസ്റ്റ് അമ്പലം. അനിയനെ അവിടെ ഒരു ചെരുപ്പൂരാണ്. മാമനൊക്കെ ആയിട്ടാണ് ഗേസ് നമ്മൾ പോയത്. ഗേസ് അങ്ങനെ നമ്മൾ മഹാദേവന്റെ അമ്പലത്തിൽ വന്നു ഗേസ്. വാഴപ്പള്ളി എടുത്തു. ഞങ്ങൾ ഇഡലിക്കട തട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴി വെച്ച് മിക്കവാറും തിരിച്ചു പോകണം. അമ്പലം 12 വർഷം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് തുറക്കുന്ന അമ്പലം. അങ്ങനെ കേസ് നമ്മൾ ഈ കടയായിരുന്നു തപ്പി നടന്നത്. എന്തുവാണ് പിള്ളേച്ചൻ്റെ ഇഡലിക്കട, എന്താ ഫേമസ് കടയാന്നൊക്കെ മാമൻ പറഞ്ഞിട്ട് കയറിയതാണ് കേസ് ഇവിടെ. പക്ഷെ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ഫുഡായിരുന്നു. അപ്പോൾ ബാക്കി എല്ലാവരും ഇഡലിയാണ് പറഞ്ഞത്. ഇത് ഞാൻ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് കേസ് വീഡിയോയുടെ കാര്യം ഓർത്തത്. അവരൊക്കെ നേരത്തെ ഇഡലി ആയതുകൊണ്ട് നേരത്തെ ഫുഡ് വന്നു. അവന് സാദാ ദോശയും എനിക്ക് വലിയ ദോശയും അങ്ങനെ എന്തോ സംഭവം ദോശയായിരുന്നു, എനിക്കും പപ്പയ്ക്കും. അപ്പം നമ്മളങ്ങനെ ഫുഡൊക്കെ ഇവിടെ നിന്ന് കഴിച്ചു. ഗേസ് നമ്മളിവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ വരാലും ഗേസ് വരാതിരിക്കണ്ടു അവിടെയൊക്കെ ഉണ്ട്. അങ്ങോട്ട് ഇറങ്ങിയാൽ ഗേസ് നമുക്ക് കാണാം. പക്ഷെ ഞാൻ ഇറങ്ങിയില്ല. എടാ ഗേസ് കുഞ്ഞു മീനുകളുണ്ട് ഗേസ്. അപ്പം നമുക്ക് പോവാം. ഗേസ് ഇതാണ് അമ്മച്ചി പഠിച്ച സ്കൂള്. പള്ളിക്കകത്തോ അടച്ചിട്ടേക്കണാണ്. ഓ ഗേസ് ഇതാണ് അമ്മച്ചി പഠിച്ച സ്കൂള്. അമ്മ പണ്ട് പള്ളിയിലൊക്കെ വരുമായിരുന്നു. പക്ഷെ ഇവിടെ പള്ളിയൊക്കെ അടച്ചിട്ടേക്കും ഗേസ്. അത് എല്ലായിടത്തും അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ കയറിയില്ല അങ്ങോട്ട്. നമ്മൾ 10ാം ക്ലാസ് വരെ ഇവിടെയാണ് പഠിച്ചത്. എത്രാം ക്ലാസ് തൊട്ടാണ് അമ്മച്ചി ഇവിടെ പഠിക്കാൻ തുടങ്ങിയെന്ന് എനിക്കറിയത്തില്ല ഗേസ്. അപ്പോൾ നമ്മൾ അമ്മയുടെ പപ്പയുടെ കല്യാണം കഴിഞ്ഞ അമ്പലത്തിലാണ് ഗേസ് നിൽക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ കൂടി തടിച്ചിട്ടാണ് നമ്മൾ പാറക്കുളത്തിലേക്ക് ഗേസ്. അമ്മയൊക്കെ കുഞ്ഞിലേ താമസിച്ച സ്ഥലമാണ് ഇവിടെ ഗേസ്. ഇതാണ് ഗേസ് പാറക്കുളം. ഫോക്കസ് ആ വീട് കണ്ടോ, അതാണ് ഗേസ്. ചേച്ചിയുടെ വീട് പണ്ട് താമസിച്ചിട്ടുണ്ടാണ്. അമ്മയുടെ വീട് ഇവിടെ ഒക്കെയാണ്. അവിടെ ഇപ്പോൾ വേറെ വീടൊക്കെ വന്നു.
അങ്ങോട്ട്. പിന്നെ നമ്മൾ അവിടുത്തെ ഒരു വീട്ടിൽ പോയി. അമ്മയൊക്കെ പണ്ട് താമസിച്ചിരുന്ന അവിടുത്തെ ഒരു വീടാണ്. ആ വഴി പോകുമ്പോഴാണ് അമ്മയൊക്കെ താമസിച്ച വീട്. ആരും ആണല്ലേ. ഞങ്ങള് മാങ്ങ പറിക്കാൻ വന്നോണ്ട് അവിടുത്തെ മാങ്ങ പറിച്ചാണ് ചമ്മന്തി പറിക്കാൻ വരും രാത്രി. വീട് തീർപ്പുകാരൻ ഇവിടെ പ്രായമുള്ള ഞാനും അമ്മയും കുഞ്ഞും കൂടെ എത്ര പ്രാവശ്യം നമ്മള് പണ്ട് വന്നിട്ടുണ്ടോടാ പൊടിപ്പിക്കാനൊക്കെ. നീ എവിടെ എപ്പോഴും ഇവിടെ പൊടിക്കാൻ വന്നു? ചേച്ചി എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ വീടിന്റെ കാര്യം. അപ്പുറത്തെ വീടാ മൂലക്കിരിക്കുന്നത്. ആ ജനൽ എപ്പോഴും തുറന്നിട്ടുണ്ട്. ഏത് ആ മേളിലത്തെ ഈ വീടോ? ഇതോ? ആ മേളിലത്തെ ജനൽ ആ വീട്ടിൽ ആരും താമസിച്ചില്ല. ഈ വീടാ? കടയോ? ഞങ്ങള് മതിൽ കാണിക്കൊണ്ടത് അതിലേക്ക് ഇറങ്ങി വരാതിരിക്കും. കെട്ടിയായിരുന്നു ഇവിടെ സ്കൂളിൽ മതില് ചാടുക. രാവിലെ അസംബ്ലിക്ക് മാമത്തിനൊക്കെ പിടിക്കും. ലാസ്റ്റ് ക്ലാസ്സിൽ ആങ്ങളമാരുടെ നീ ഇല്ലായിരുന്നോടി. പപ്പ ഇത്രയും മുരുത്തക്കേട് കാണിച്ചിട്ട് രണ്ടും ഞങ്ങളെ ചേട്ടാ പണ്ടും അടിയായി ഇടിക്കൂടി ഈ തണ്ടി വലുതായിട്ട് തന്നെ ഇടിക്കുന്നത്. ആ തണ്ടി തന്നെ ചെറുപ്പത്തിലെ. അയ്യോ അവിടെ ഗേസ് ഇവിടെയാണ് അമ്മയും മാമച്ചിമാരും ഒക്കെ പഠിച്ച സ്കൂളാണ്. പണ്ട് കൊച്ചിലെ പഠിച്ച സ്കൂളാണ് ഗേസ്. അവിടെ ക്ലാസ് ഉണ്ട് ഗേസ് എല്ലാവർക്കും. ഹായ് എവിടെ പോണ്? നീയും വീഡിയോ എടുക്കണം. ഗീസ് ഇവിടെ വരുമ്പോൾ എല്ലാവർക്കും നൊസ്റ്റു ആണ് ഗീസ്. നൊസ്റ്റു ഏത്? ഈ ചെറുതോ? കഞ്ഞിപ്പരയാണ് ഗീസ്. അങ്ങോട്ട് പോകാൻ പറ്റുമോ? അപ്പൊ ഇത് പുതിയതാണ്? ഇത് പഴയതാ. ചെല്ലറ കളിക്കടാ കൂട്ടത്തി. ഇതില്ല ഗൈസ്, ഒറ്റക്ക് കളിക്കണ ആള്. ഇതാണ് അമ്മയുടെയൊക്കെ പഴയ സ്റ്റാഫ് റൂം. അമ്മേ എന്ത്? ആ കമ്പ്യൂട്ടർ ലാബ് ഓഫീസ്. കഞ്ഞി കുടിച്ച് വളർന്നത് ഏതാ? ഏത്? അതൊന്ന്, ഇത് 2, ഇത് 3. ചേമ്പലപ്പം ഉണ്ടാക്കാം. നിങ്ങളുടെ സ്കൂളല്ലേ ധൈര്യമായിട്ട് കയറി പറിച്ചോ. പക്ഷെ ഇത് നമ്മുടെ പണ്ടത്തെ റൂം തന്നെയാണ്. ഇത് അത് പക്ഷേ ഉപയോഗമില്ല. എന്റെ തരും കളർ ചോക്ക്. എന്ത് കളറിന്റെ ഇത്രയുള്ള ചോക്ക്? ചോക്കുകള ഇവിടെ ഈ ജനലി ഉണ്ട്. ഇവിടെ ഒരു വാതിലുണ്ടായിരുന്നു. വീട് നോക്കിയിട്ടുണ്ട്. അല്ലടി ഇവിടെ ഉണ്ടായിരുന്നു.
ഇതിലെ ഞാൻ വരും മാമത്തിനെ വിളിക്കും. എന്തിനാ? ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരണ്ടേ? ചോക്ക് കൊള്ളാം. പണ്ട് തൊട്ടേ ഉള്ള സ്ഥലം. ഇരിക്കാനോ? ഇവിടെ ഇരിക്കാൻ നല്ല തണുപ്പാണ്. അതിന്റെ പുറകിലല്ലേ മറ്റേത് വളഞ്ഞൊരു മരം? അതെ. എന്തോ ഞങ്ങൾ പണ്ട് കേൾക്കൊണ്ടിരുന്ന എന്താ വേണ്ടിട്ട് വരുവാണ്. പണ്ടത്തെ എതിർത്ത് ഇറങ്ങി നേരെ അങ്ങടെ തന്നെ ഗൈസ്, ഈ വീട്ടിൽ കപ്പലണ്ടി മിഠായി ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഗൈസ്. അമ്മയൊക്കെ ജനിച്ച കാലം തൊട്ട് ഇവിടുന്ന് കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ചു തന്നെയാണ്. അപ്പം നെക്സ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കപ്പലണ്ടി വേണമെന്നും പറഞ്ഞുകൊണ്ട് ആ വീട്ടിൽ പോയി കപ്പലണ്ടി വാങ്ങിച്ചുകൊണ്ട് വരിക ഗൈസ്. നല്ല ഫ്രഷ് കപ്പലണ്ടി മിഠായിനെ കേട്ടോ, അവരുണ്ടാക്കി എടുത്തതേ ഉള്ളായിരുന്നു. പിന്നെ നമ്മൾ വന്ന വഴി നമ്മൾ സ്റ്റുഡിയോയിൽ കയറിയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് മാമിക്ക് എൻ്റെ മറ്റേ ബ്ലാക്ക് ഡ്രസ്സില്ലേ നമ്മൾ ഓണം ഷോപ്പിങ്ങിനകത്തിട്ട ആ ഡ്രസ്സ് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റുഡിയോയിൽ കയറി. ഒരുപാട് കുറേ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. കൊള്ളാം, നല്ല എടുത്തോ. നമ്മൾ പിന്നെ ഡ്രസ്സൊക്കെ എടുത്തു, അവിടെ നിന്ന് ഇറങ്ങി. ഇന്നത്തെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോ വരുന്നതായിരിക്കും.